നമസ്കാരം. ഡി ഫാർമസി ഡിസ്കഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്ജക്റ്റ് വൈസ് MCQ സീരീസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രൂഡൻസ് ആണ്. ഫാർമസി റിലേറ്റഡ് ആയി വരുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഫോമിലാണ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എഴുതി നോക്കണം എന്നുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ ക്വസ്റ്റ്യൻസ്. Okay, let's check out the answers. First one, the Drug and Magic Remedies Act was passed and enforced in the year 1954. Drug and Magic Remedies Actine Objectionable Advertisement Act അല്ലെങ്കിൽ DMR Act എന്ന് കൂടി പറയുന്നുണ്ട്. ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത് പോലെ ഒരു മെഡിസിനൽ പ്രിപ്പറേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു മെഡിസിനൽ പ്രിപ്പറേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആക്റ്റാണ് ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട്. Second question, the person in charge of state drug laboratory is government analyst. Third question, premises licensed for the sale of drug which have a qualified person but wherein the drug are not compounded is called a drug store. Fourth question, government opium factory is at Ghazipur. 5. Coca, opium, hemp comes under dangerous drugs. As you know, coca, opium, hemp എന്നൊക്കെ പറയുന്നത് ഹാബിറ്റ് ഫോമിംഗ് സബ്സ്റ്റൻസ് ആണ്. സോ ദേ ആർ കോൾഡ് ഡേഞ്ചറസ് ഡ്രഗ്സ്. ഇത്തരം ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആൻഡ് റൂൾ 1985 ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് NDPS ആക്ട് ആൻഡ് റൂൾസ്. Question number 6. Drugs that are required to be used only under the supervision of a registered medical practitioner are included in the Schedule G. Next question, the Central Drug Laboratory is established at Calcutta. 8. Which schedule deals with the life period of a drug? Answer, Schedule P. ഇതിനൊപ്പം തന്നെ ഓർത്തിരിക്കണം ഷെഡ്യൂൾ P1 എന്ന് പറയുന്നത് പാക്ക് സൈസ് ഓഫ് ഡ്രഗ്സ് ആണ്. പാക്ക് സൈസ് ഓഫ് ഡ്രഗ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഷെഡ്യൂൾ P1 പറയുന്നത്. 9th question, ഫിനോബാർബിറ്റാൽ ബിലോങ് ടു വിച്ച് ഷെഡ്യൂൾ? ആൻസർ, ഷെഡ്യൂൾ X. ഷെഡ്യൂൾ Xൽ വരുന്നത് ലിസ്റ്റ് ഓഫ് ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ് ആണ്. 10th question, the member of Pharmacy Council of India will hold the office for a period of 5 years. Next question, the Pharmacy Council of India was constituted in the year 1949. It is constituted by the central government and it is reconstituted every 5 years. Then Medical Termination of Pregnancy Act was passed in the year 1971. 13. Ibuprofen belong to the Schedule H. Schedule H drugs എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആണ്, which means it should be sold by retail on the prescription of a registered medical practitioner only. Next question, the chairman of DTAB is Director General of Health Service. DTAB means Drug Technical Advisory Board.
Next question, license for the retail sale of Schedule C and C1 drugs are given in the form 21. Schedule C and C1 drugsil varunathu list of biological and other special products, their import, manufacture and sale of which are governed by special provision. അതായത് ഷെഡ്യൂൾ സിയിൽ വരുന്നത് ഇൻസുലിൻ, വാക്സിൻസ് ഫോർ പാരൻട്രൽ ഇഞ്ചെക്ഷൻസ്, ടോക്സിൻസ്, സൊല്യൂഷൻസ് ഓഫ് സെറ, പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ തുടങ്ങിയവയാണ്. ആൻഡ് ഷെഡ്യൂൾ C1ൽ വരുന്നത് വാക്സിൻസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് ടു ബി അഡ്മിനിസ്ട്രേഡ് പാരൻട്രലി, പാരൻട്രൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടല്ലാത്ത വാക്സിൻസ്, ഫോർ എക്സാമ്പിൾ ഓറൽ പോളിയോ വാക്സിൻ, then hormones and their preparations, liver extracts, vitamins, fish liver oil, ergot തുടങ്ങിയവയൊക്കെയാണ് ഷെഡ്യൂൾ C1ൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി 5 years. 17. Advertisement of prescription drugs are meant for physician. 18. All premises licensed for the sale of drugs are inspected by the drug inspector at least twice a year. Next question, no repacking license is issued to Schedule C drugs. 20. List of minimum equipment for efficient running of a pharmacy is given in the Schedule N. 21. The central register of pharmacists is maintained by Pharmacy Council of India. Next question, drug samples from magistrate are sent for analysis to State Drug Control Laboratory. 23. Name from the register can be removed only by an order of the Executive Committee of the State Pharmacy Council. 24. Standards for mechanical contraceptives are given in the Schedule R. And the last question, an example of artificial color used in the medicinal preparations. Answer, caramel. ഷെഡ്യൂൾ ആറിനൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ഷെഡ്യൂൾ R1ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ ഡിവൈസസ് ആണ്. ദെൻ ലിസ്റ്റ് ഓഫ് കളേഴ്സ് പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റൂൾ 127ലാണ്. ഓക്കെ, ദെൻ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഷെഡ്യൂൾസിൻ്റെ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദ വീഡിയോ. യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.